ഈ മരണത്തിന് കാരണമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് അർജുൻ ഉൾപ്പെടെയുള്ള 4 സുഹൃത്തുക്കൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് പങ്കുവയ്ക്കുന്നു. അത് ഈ സുഹൃത്തുക്കളിൽ ഒരാളുടെ രക്ഷിതാവ് കാണുന്നു. പിന്നീട് ആ മെസ്സേജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അത് സ്കൂളിലേക്ക് എത്തുന്നു. ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിഗണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ രക്ഷിതാക്കളെ മുഴുവൻ സ്കൂൾ അധികൃതർ വിളിച്ചു വരുത്തുന്നു, സംസാരിക്കുന്നു. അതിനിടയിൽ പിന്നീട് ഈ കുട്ടികളോട് യാതൊരു രീതിയിലും ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ച് വിട്ടതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് ക്ലാസ് അധ്യാപിക എത്തി കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കുട്ടിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഹൈസ്കൂളിലെ HM ഉൾപ്പെടെയുള്ളവരവിടെയുണ്ട്. ഇപ്പോൾ HM ഉൾപ്പെടെയുള്ളവരെ KSUവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ KSU മറ്റ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചാൽ വീട്ടിലേക്ക് രക്ഷിതാക്കളെ വിളിച്ച് ആ കുട്ടിയെ ഹരാസ് ചെയ്യുന്ന രീതിക്ക് ഇല്ലാതെ ടീച്ചർമാർ പറയട്ടെ. ഓരോ പരിപാടിക്കും ഓരോ കുട്ടികൾ ഇന്നലെ ആശ ടീച്ചർ ആ ക്ലാസ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെ വീട്ടിലും വിളിച്ചിട്ടുണ്ട്. കുട്ടി മാമൻ തല്ലിയത് കൊണ്ട് ചെയ്തതെന്ന് ആശ ടീച്ചർ പറയാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ പോലീസ് വരുന്ന സമയത്ത് ആശ ടീച്ചറെ ഒരു കുട്ടിയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ആ കുട്ടി മാമൻ തല്ലിയത് കൊണ്ടാണ് ആ കുട്ടി സൂസൈഡ് ചെയ്യുന്നത്. പോലീസ് ആരോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ആ ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളെല്ലാം വന്ന് അല്ലെ 2 കുട്ടികളെല്ലാം വന്ന് ഇവിടെ പറഞ്ഞത് ഇവരിത് പറഞ്ഞില്ലേ, നിങ്ങൾ ഓഫീസ് റൂമിൽ സൈബർ സെല്ലിൽ പരാതി കൊടുക്കും, 1 വർഷക്കാലം ജയിലിൽ കിടക്കും, അത് കഴിഞ്ഞ് 50,000 രൂപ ഫൈന് കെട്ടും എന്ന് ആ കുട്ടിയോടല്ലേ പറഞ്ഞത് അല്ലേ? ആ കുട്ടി ഞാൻ പറഞ്ഞ 3 കുട്ടികൾ ഞാൻ ആ 2 കുട്ടികളല്ലേ ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞത് അല്ലേ? ഇത് വീഴ്ചയല്ലേ? ആണോ അല്ലയോ? എന്റെ ജയേട്ട ഞാൻ ഒരു കാര്യം പറയല്ല, ഞാൻ ഓഫീസ് റൂമിൽ നിങ്ങൾ മാനേജ്മെന്റ് വിളിക്കുന്നേ, പ്രിൻസിപ്പൽക്കെതിരെ ആക്ഷൻ എടുക്കുന്നത് PTA മാനേജ്മെന്റ് അല്ലേ? അവരെ വിളിക്കുക. നിങ്ങൾ മാനേജ്മെന്റ് വിളിക്കുക. എന്നിട്ട് സംസാരിക്കുക. നിങ്ങൾ സ്കൂൾ വേണ്ട ആ കുട്ടികളെ സ്കൂൾ ഒരാൾ പോലും ക്ലാസ്സിൽ വലിച്ചു തീർക്കുന്ന ആവശ്യമില്ല. മാനേജ്മെന്റ് വിളിച്ചിട്ട് മര്യാദ ആക്ഷൻ എടുത്തില്ല വെച്ചാലേ ക്ലാസ് നടക്കില്ല. അവിടെ മാനേജ്മെന്റ് വരുന്നവിടെ ഒന്നും നടക്കില്ല. ABVP, SFI, KSU എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഷേധത്തിനായിട്ടുണ്ട്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിലല്ല, യഥാർത്ഥത്തിൽ സംഭവം നടക്കുന്ന ഹൈസ്കൂളിലാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തത്. വെള്ളിയാഴ്ചയാണ് ഈ മരണത്തിനാസ്പദമായ സംഭവം നടക്കുന്നത്.